ഇനി നാലാമത്തെ ശ്ലോകം അതിൻ്റെ പാർട്ട് 2 ആയിട്ടെടുക്കാം. ഉത്സർപ്പദ്വലിഭംഗഭീഷണകനും ഹ്രസ്വസ്തവീയസ്തരഗ്രീവം പീവരദോഷത്തോൽഗതനഖക്രൂരാംശുദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനോപമഘനപ്രധ്വാനനിർധാവിതസ്പർദ്ധാലുപ്രകരം നമാമി ഭവതഃ തന്നാരസിംഹം വപുഃ. ഇനി വാക്കുകൾ: ഉത്സർപ്പത്, വലിഭംഗം, ഭംഗഭീഷണ ഹനു, ഹ്രസ്വസ്തവീയസ്തരഗ്രീവം, ഹ്രസ്വസ്തവീയസ്തരഗ്രീവം, ഹ്രസ്വസ്തവീയസ്തരം ഗ്രീവം. അത് ഒറ്റപ്പദമാണ്, ഹ്രസ്വസ്തവീയസ്തരഗ്രീവം എന്നുള്ളത്. പീവരദോഷതോൽഗത നഖക്രൂരാംശു ദൂരോൽബണം. പീവരദോഹോ ശതോൽഗത നഖ ക്രൂരാംശു ദൂരോൽബണം. ദൂരഹ ഉൽബണമൊക്കെയാണ്. വ്യോമഹ ഉല്ലംഘി, വ്യോമോല്ലംഘി. ഘനാഘന ഉപമ ഘനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രകരം. ഒറ്റപ്പദമായിട്ട് വ്യോമോല്ലംഘി കഴിഞ്ഞ് ഘനാഘനോപമ പ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രകരം വരെ. നമാമി ഭവതഃ തത് നാരസിംഹം വപുഃ. ഇനി നമുക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ഉത്സർപ്പത് എന്ന് പറഞ്ഞാൽ ജ്വലിച്ച് നിൽക്കുന്ന വലിഭംഗം. വലി എന്ന് പറഞ്ഞാൽ ചുളിവ്, ഞൊറി എന്നൊക്കെ അർത്ഥം. ഭീഷണഹനും, ഹനും എന്ന് പറഞ്ഞാൽ ഇവിടെ കവിളുകൾ. ഭീഷണം ഭയങ്കരമായത്, ഭീഷണമായത്. അതായത് കവിളുകൾ രണ്ട് വശത്തേക്കും ഇങ്ങനെ വായ തുറന്നിരിക്കുകയല്ലേ, അപ്പോൾ അവിടെ ചുളിവുകളുണ്ട്. ചുളിവുകളുള്ള ഞൊറികളോട് കൂടിയ കവിളുകൾ. ഹ്രസ്വസ്തവീയസ്തരഗ്രീവം. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ കുറുകിയത്, ചെറുതല്ല, കുറുകിയത്. സ്തവീയസ്തരം എന്ന് പറഞ്ഞാലോ, സ്തവീയം എന്ന് പറഞ്ഞാൽ തടിച്ചത്. അപ്പോൾ തടിച്ചതും കുറുകിയതുമായ ഗ്രീവം. ഗ്രീവം കഴുത്ത്. പീവരം തടിച്ചത്. ദോഹോ എന്ന് പറഞ്ഞാൽ കൈകൾ, രണ്ടല്ല. ദോഹോ ശതോൽഗതം. ശതം എന്ന് പറഞ്ഞാൽ 100. ഇവിടെ 100 കണക്കിന് കൈകളോട് കൂടിയതും. ദോഹോ എന്ന് പറഞ്ഞാൽ കൈകൾ. അപ്പം 100 കണക്കിന് കൈകൾ. എങ്ങനെയുള്ളത്? ആ കൈകൾ എങ്ങനെയാ പറയുക? ഉൽഗത നഖം. ഉയർന്നു നിൽക്കുന്ന നല്ല വളഞ്ഞ വലിയ നഖങ്ങളോട് കൂടിയത്. അതിങ്ങനെ ക്രൂരതയെ കാണിച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട്, ക്രൂരമായി ായിട്ടുള്ള കിരണങ്ങളോട് കൂടിയത്, നല്ല പ്രകാശിക്കുന്ന വലിയ നഖങ്ങൾ. അതാ ക്രൂരാംശു ദൂരോൽബണം പ്രകാശിക്കുന്ന. വ്യോമ ഉല്ലംഘി. വ്യോമം ആകാശമാണ്. ഉല്ലംഘിതം എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന, മുട്ടി നിൽക്കുന്ന. ഘനാഘനം ഇടിമുഴക്കം. ഉപമ അതായത് ഇടിമുഴക്കത്തെ പോലെ. ഘനപ്രധ്വാനം, ഘനമായ പ്രധ്വാനം, ഗംഭീര ശബ്ദം. നിർധാവിതം എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിടുക. സ്പർദ്ധാലു പ്രകരം. സ്പർദ്ധാലുക്കൾ ആരാണ്? ഇവിടെ സ്പർദ്ധ, അസൂയ ആർക്കാണ്? നമ്മുടെ അസുരൻ അല്ലേ, അസുരന്മാർക്ക്. അവരുടെ പ്രകരം എന്ന് പറഞ്ഞാൽ സമൂഹം.
അപ്പം അസുര സമൂഹം, അസുര സംഘം അല്ലെങ്കിൽ സൈന്യം നിർദ്ധാവിതം, പ്രധാന നിർദ്ധാവിതം എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഓടിച്ചു വിടുന്ന തരത്തിലുള്ള വലിയ ശബ്ദത്തോടു കൂടിയ തത് ഭവതഃ അങ്ങയുടെ തത് നാരസിംഹം, ആ നരസിംഹ രൂപത്തെ വപുസിനെ നമിക്കുന്നു. നമാമി, ഞാൻ നമിക്കുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നോ ഞാൻ നമസ്കരിക്കുന്നു എന്ന് മേൽപ്പത്തൂർജി പറയുന്ന. അപ്പം ഉത്സർപ്പദ്വലിഭംഗം, ഉത്സർപ്പത് വലിയാണ് ജ്വലിയായി മാറിയത്. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനും, ഉത്സർപ്പത് പൊളിച്ച ഇങ്ങനെ തുറന്നിരിക്കുന്ന, ഉത്സർപ്പത് തുറന്നിരിക്കുന്ന വലിഭംഗം ചുളിവുകളോടുകൂടിയ ഭീഷണം ഭയങ്കരമായ കവിളുകളോടുകൂടിയതും, കവിളുകൾ എന്നർത്ഥം. ഹ്രസ്വസ്തവീയസ്തരഗ്രീവം, കുറുകിയതും തടിച്ചതുമായ കഴുത്തോടു കൂടിയതും, പീവരദോഷതോൽഗത നഖ, ക്രൂരങ്ങളായ നഖങ്ങൾ പ്രകാശിക്കുന്നതായ തടിച്ച കൈകളോടുകൂടിയവനും, വ്യോമോല്ലംഘി, ഉയർന്ന ആകാശം മുട്ടി നിൽക്കുന്ന ഇടിമുഴക്കത്തേക്കാൾ ഘനഗംഭീരമായ ശബ്ദം, ഗംഭീര ശബ്ദത്തോടുകൂടിയ പിന്നെ കൂടിയതും, സ്പർദ്ധാലുപ്രകരം അസുരന്മാരെ നിർദ്ധാവിതം ചെയ്യുക, ഓടിച്ചു വിടുക, അവരെ ഓടിച്ചു കളയുന്ന തരത്തിലുള്ള അങ്ങയുടെ നരസിംഹ രൂപമായ അങ്ങയ്ക്ക് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. അപ്പോൾ ഈ ശ്ലോകം വായിക്കാവുന്നും കൂടെ. ഉത്സർഭധ്വലിഭംഗഭീഷണഹനും ഹ്രസ്വസ്തവീയസ്തരഗ്രീവം പീവരദോഷതോൽഗത നഖക്രൂരാംശുദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനോപമ ഘനപ്രധ്വാന നിർദ്ധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതഃ തം നാരസിംഹം വപുഃ. ഭവതഃ തം, അതാണ് ഭവതസ്തം. ഒന്നിച്ച് വായിക്കാം. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനും ഹ്രസ്വസ്തവീയസ്തരഗ്രീവം പീവരദോഷതോൽഗത നഖക്രൂരാംശുദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനോപമ ഘനപ്രധ്വാനം. വ്യോമോല്ലംഘി, ആകാശം മുട്ടി നിൽക്കുന്ന, ഘനാഘനോപമം, ഇടിമുഴക്കത്തേക്കാൾ അല്ലെ ഇടിമുഴക്കത്തെ പോലെ, ഘനപ്രധ്വാന നിർദ്ധാവിത, ഗംഭീരമായ ശബ്ദം കൊണ്ട്, സ്പർദ്ധാലുപ്രകരം നിർദ്ധാവിതമാക്കി ആ അസുരവർഗത്തെ, അസുര സമൂഹത്തെ ഓടിച്ചു കളയത്തക്ക ശബ്ദത്തോടു കൂടിയവനും ആയ ഭവതഃ അങ്ങയുടെ, തം നാരസിംഹ, അങ്ങയുടെ ആ നരസിംഹ വപുസിനെ നമിക്കുന്നു എന്നർത്ഥം. സിംഹനാദം മുഴക്കുന്ന അവസരത്തിൽ മുകളിലേക്ക് കയറുന്ന ഞൊറികളെ കൊണ്ട്, വലിഞ്ഞ് മുകളിലേക്ക് വലിയുന്ന ഞൊറികളെ കൊണ്ട് ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന തടിച്ച കവിൾത്തടങ്ങൾ, ഭയങ്കരങ്ങളായിരിക്കുന്ന കവിൾത്തടങ്ങളോടും, ആ വലികളെ കൊണ്ട്, ഞൊറികളെ കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന കവിൾത്തടങ്ങളോടും, നീളം കുറഞ്ഞ് തടിച്ച കഴുത്തോടും, അതാണ് കുറുകിയ എന്ന് പറഞ്ഞത്, കുറുകിയ തടിച്ച കഴുത്തോടും, തടിച്ച അനേകം കൈകളിൽ നിന്നും പുറപ്പെടുന്ന 100 കണക്കിന് കൈകൾ, അതാണ് അവിടെ എത്രയെന്നാ പറഞ്ഞേ, പീവരദോഷതോൽഗതം നഖം, 100 കണക്കിന് കൈകളിലെ നഖങ്ങൾ. അപ്പം ആ കൈകളിൽ നിന്നും പുറപ്പെടുന്ന ക്രൂര നഖങ്ങളുടെ പ്രഭാരശ്മികളോടും, അംശു എന്ന് പറഞ്ഞില്ല അതുകൊണ്ട്, ഇടിമുഴക്കം പോലെ ആകാശത്തെ അതിക്രമിക്കുന്ന അതിഭീഷണങ്ങളായ ഗർജനങ്ങളെ കൊണ്ട് ശത്രു സമൂഹങ്ങളെ ആട്ടിപ്പായിക്കുന്നതുമായ അങ്ങയുടെ നരസിംഹ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു.
എന്ന് അർത്ഥം. 2 ശ്ലോകം ഒന്നുകൂടെ വായിച്ചൊന്നുകൂടെ അർത്ഥം പറയാം. തപ്തസ്വർണ സവർണ ഘൂർണതിരൂക്ഷാക്ഷം സടാകേസര പ്രോൽക്കംബ പ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപുഹോ. വ്യാപ്ത ആദ്യത്തെ വ്യാപ്തായാണ്, മറ്റേത് വ്യാപ്താണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യാപ്തവ്യാപ്തമഹാദരീസഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമ ദൃശ്യമാനസു മഹാദംഷ്ട്രായുഗോടാമരം. അങ്ങയുടെ നൃസിംഹാകാരത്തിന് നമോവാകം. തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ച സ്വർണം പോലെ തിളങ്ങുന്നതും അത്യന്തം രൂക്ഷങ്ങളുമായ കണ്ണുകളോടും ചലനം കൊണ്ട് ആകാശമാർഗത്തെ മറയ്ക്കുന്ന കുഞ്ചിരോമങ്ങളോടും മഹാഗുഹ പോലെ തുറന്നിരിക്കുന്ന മുഖദ്വാരം എന്ന് പറഞ്ഞാൽ വായയോടും പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുന്ന നീണ്ടുവളഞ്ഞ് ഇളകുന്ന വാൾ വീശുന്നത് പോലെ ഇളകുന്ന നാക്കിനോടും അതിൻ്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന ഭയാനകമായ ദംഷ്ട്രകളോടും കൂടിയ അങ്ങയുടെ ആശ്ചര്യകരമായ രൂപം വിജയിക്കുമാറാകട്ടെ. അടുത്ത ശ്ലോകം. ഉത്സർപ്പദ്വലിഭീ ഭംഗഭീഷണഹനും ഹ്രസ്വസ്തവീയസ്തരഗ്രീവം പീവരദോഷതോൽഗതനഖക്രൂരാംശു ദൂരോൽബണം വ്യോമോലംഘി ഘനാഘനോപമഘനപ്രദ്വാന നിർദ്ധാവിതസ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തം നാരസിംഹം വപുഹോ. ഭവതഃ തമാണ് ഭവതസ്തം ഒന്നിച്ചു വന്നത്. സിംഹനാദം മുഴക്കുന്ന അവസരത്തിൽ മുകളിലേക്ക് കയറുന്ന ഞുറികളെ കൊണ്ട് ഏറ്റവും ഭയങ്കരങ്ങളായിരിക്കുന്ന കവിൾത്തടങ്ങളോടും നീളം കുറഞ്ഞ് തടിച്ച കഴുത്തോടും തടിച്ച അനേകം കൈകളിൽ നിന്നും പുറപ്പെടുന്ന ക്രൂരനഖങ്ങളുടെ പ്രഭാരശ്മികളോടും ഇടിമുഴക്കം പോലെ ആകാശത്തെ അതിക്രമിക്കുന്ന അതിഭീഷണങ്ങളായ ഗർജനങ്ങളെ കൊണ്ട് ശത്രു സമൂഹങ്ങളെ ആട്ടിപ്പായിക്കുന്നതായ അങ്ങയുടെ നരസിംഹ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് അർത്ഥം. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സുമായി വരുന്നവരെ ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു.